നയൻതാര ഇപ്പോൾ കുറച്ച് മുമ്പായിട്ട് ആൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൾ ഇറങ്ങാൻ നിൽക്കുന്ന പുതിയ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിനെ കുറിച്ചിട്ട്. ആളുടെ കല്യാണമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡോക്യുമെൻ്ററി, അതായത് ഒരു കല്യാണം എങ്ങനെ ആളുടെ ഒരു റിലേഷൻഷിപ്പ് അതിനൊക്കെ ബേസ് ചെയ്തിട്ടൊരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി ഗൗതം വാസുദേവ് മേനോൻ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് ഇപ്പോൾ കുറേ നാളെ, ആൾ കല്യാണം കഴിഞ്ഞും കുറേ നാളെ എന്തുകൊണ്ട് ഇത് റിലീസാവുന്നില്ല എന്ന് കുറേ ആൾക്കാർ എക്സിലും ഇങ്ങനെ കുറേ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനി ഗൗതം വാസുദേവ് മേനോൻ്റെ ആയ കാരണമാണ്. കാരണം ധ്രുവ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ പെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ ഡയറക്റ്റ് ചെയ്യണം അല്ല ഇങ്ങനെയാണോ, അങ്ങനെ കുറേ ക്രിറ്റിസിസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഇപ്പോൾ നയൻതാര ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് ആളുടെ ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ ആളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഇതൊക്കെ പറയുന്ന സമയത്ത് ഈ ഞാനും റൗഡി താൻ എന്ന് പറഞ്ഞ ആ ഒരു സിനിമനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു സിനിമ അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വണ്ടർ പവർ ഫിലിംസ് ആണ്. അതായത് ധനുഷാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു പടം. അപ്പോൾ ആ ഒരു പടത്തിലെ വിഷ്വൽസും സോങ്സും അത് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ യൂസ് ചെയ്യാനുള്ള NOC, അതായത് ഇതറിയാലോ ഒരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി ആണ്. ഇപ്പോൾ ഡോക്യുമെൻ്ററി ആണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇപ്പോൾ എന്ത് സംഭവത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്ററി ആണെങ്കിലും അതിൽ വിഷ്വൽസും മ്യൂസിക്കും സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു കോപ്പിറൈറ്റ് അല്ലെങ്കിൽ NOC വാങ്ങിച്ചതിന് ശേഷമാണ് അവരത് യൂസ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഈ നയൻതാരയുടെ ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ നെറ്റ്ഫ്ലിക്സ് ഇത് ചെയ്യാനായിട്ട് ഇതിൽ NOC ചോദിക്കുമ്പോൾ ആ ധനുഷ് അത് ഡിക്ലൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ ഓൾറെഡി അറിയാമല്ലോ, നമ്മളൊരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ നമ്മളൊരു ഫിലിം അതെല്ലാം തയ്യാറാക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഓൾറെഡി വെച്ചിട്ടുണ്ടാവും. അതായത് ഇന്ന പോർഷൻസ് ഇങ്ങനെ വെക്കണം, അപ്പോൾ അവിടുത്തെ ഇതെല്ലാം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒരു പ്ലാൻ ചെയ്തെല്ലാം ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു NOC കിട്ടില്ല എന്നുള്ളത് ആയപ്പോൾ തന്നെ ഈ ഭാഗങ്ങൾ മൊത്തം ഒഴിവാക്കി റീഎഡിറ്റ് ചെയ്യേണ്ട അവസ്ഥയായി. അപ്പോൾ ആ ഭാഗങ്ങൾ ഒഴിവാക്കി റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അടുത്താണ് ഇതിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിൻ്റെ തന്നെ ഈ ഒരു ഡോക്യുമെൻ്ററി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഈ ഒരു റിലീസ് ട്രെയിലറിൽ അതിലൊരു 3 സെക്കൻഡ് ആ ഞാനും റൗഡി താൻ എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിലെ BTS ബിഹൈൻഡ് ദ സീൻസിൻ്റെ ഒരു 3 സെക്കൻഡുള്ള വിഷ്വൽസ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് സിനിമ അല്ല, ബിഹൈൻഡ് ദ സീൻസ് ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ധനുഷ് ഈ അടുത്ത് പുള്ളിക്കാരിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത്. അതായത് ഈ 3 സെക്കൻഡ് യൂസ് ചെയ്തതിന് 10 കോടി രൂപയാണ് അത് ഫൈനായിട്ട് കോമ്പൻസേഷനായിട്ട് ചോദിക്കണമെന്ന് പറയുന്നത്. അതായത് ഈ ഡോക്യുമെൻ്ററിക്ക് പുള്ളിക്കാരൻ ആ കോപ്പിറൈറ്റുള്ള സംഭവങ്ങൾ കൊടുക്കാനും സമ്മതിച്ചില്ല. അത് മാത്രമല്ലാതെ സിനിമയിൽ ഇല്ലാത്ത BTS വിഷ്വൽസ് അത് ആളുടെ NOC ഇല്ലാണ്ട് യൂസ് ചെയ്തെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഫൈൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടുള്ള രീതിയിൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നയൻതാര ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ധനുഷിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ധനുഷിന് ഞങ്ങളെ കുറേ നാളായിട്ട് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ധനുഷുമായി ബന്ധപ്പെട്ടിട്ട് നയൻതാരയും ധനുഷും തമ്മിൽ കുറേ പ്രശ്നങ്ങളുള്ളത് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ ആൾ തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഓപ്പണായിട്ട് നയൻതാര ഇങ്ങനെ ഒരു ഇഷ്യൂ ഈ അടുത്തൊന്നും പറയായിട്ട് കണ്ടിട്ടുമില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാർ ഒരു 3 പേജായിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത്. കുറേ ആൾക്കാർ ഇത് വായിച്ചു നോക്കാൻ പോലും ഒരു മടിയുണ്ട്. ഞാൻ മൊത്തം വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരെല്ലാം ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ട് വലിയ ബോധേടാവേണ്ട ഒരു കാര്യമില്ല. കാരണം നമുക്കറിയുന്ന ഈ സിനിമ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയണമെങ്കിൽ നമ്മളറിയുന്നത് അവരെ ക്യാരക്ടറിലൂടെ ഉള്ള ആരാധന മാത്രമാണ് നമുക്ക്. അവർ പ്രസൻറ്റ് ചെയ്ത ക്യാരക്ടറുകൾ ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ ആക്ടേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നത്. അതല്ലാതെ അവരെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ അവരെ ക്യാരക്ടർ ഇതൊന്നും അറിഞ്ഞു തന്നിട്ട് നമുക്ക് വലിയൊരു കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നല്ലതാണെന്ന് കരുതുന്ന കുറേ ആൾക്കാർ അവരുടെ പേഴ്സണൽ ലൈഫിൽ വളരെ മോശമായിരിക്കാം. അതിപ്പോൾ നമ്മൾ ബോധേടാവേണ്ട കാര്യമില്ല. അവരെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ നമ്മളധികം ശ്രദ്ധിക്കാതിരിക്കുക, നമ്മുടെ സമയം നമ്മൾ വെറുതെ കളയാതിരിക്കുക. എന്തായാലും ഇപ്പോൾ ധനുഷുമായി ബന്ധപ്പെട്ടുള്ള പുള്ളിക്കാരനെ തന്നെ ലാസ്റ്റ് കുത്താൻ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം നയൻതാര ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആളതിന് രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അത് അങ്ങനെ പ്രസൻറ്റ് ചെയ്യാറില്ല. അപ്പോൾ ആളുടെ ഏതെങ്കിലും സിനിമ വരുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഓഡിയോ ലോഞ്ചിലാണല്ലോ ആളെല്ലാം പറയാറ്. എല്ലാം ഇങ്ങനെ ഓഡിയോ ലോഞ്ചിൽ അഡ്രസ്സ് ചെയ്യുന്ന ടൈപ്പാണ്. പിന്നെ ധനുഷ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ആളിങ്ങനെ എൻ്റെ ചെയ്യുന്ന രീതിയിൽ നന്ദി എന്ന് പറയുന്ന രീതിയിലാണ് ഓം നമഃ ശിവായ പറയുക. അതേ രീതിയിൽ തന്നെ നയൻതാര ആളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓം നമഃ ശിവായ എന്ന് പറഞ്ഞ ആൾ നിർത്തിയിട്ടുണ്ട്. സോ ഇതാണ് സംഭവം. ഈ ഒരു ഡോക്യുമെൻ്ററി ഇത്ര നാളായിട്ട് ലാഗാണ്, അതിൻ്റെ ഇഷ്യൂ ആണ് നയൻതാര ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതിലൊരു NOC കിട്ടാത്ത കാരണം അവർക്ക് ആ ഒരു ഡോക്യുമെൻ്ററി കംപ്ലീറ്റ് റീഎഡിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം നിങ്ങൾക്കറിയാലോ ഒരു വീഡിയോ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റും ഇതെല്ലാം അവർ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ റൗഡി താൻ്റെ ഭാഗങ്ങളും ഇതെല്ലാം കൂടി ചേർത്തൊരു ഭാഗം ചെയ്യാം. അപ്പോൾ അത് NOC കിട്ടാണ്ടായപ്പോൾ അവർക്ക് മൊത്തം റീവർക്ക് ചെയ്യേണ്ടി വന്നു. അതാണ് ഇത്ര ലാഗ് വന്നതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളധികം കമൻറ്റ് ചെയ്യാതിരിക്കുക, ഞാനിത് എന്താണ് സംഭവം എന്ന് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ എന്നുള്ളൂ. നമ്മളധികം ചെയ്യേണ്ടിരിക്കുക, അത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ വെറുതെ ആ സമയം അവരെ ലൈഫിൽ എന്തായി എന്നൊന്ന് നോക്കിക്കേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.